ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കുംഭകോണത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. നിങ്ങൾ ഈ ബോർഡ് ശ്രദ്ധിച്ചാൽ ഇതുമേ ശിവനാടി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതേമാതിരി വേറൊരു ബോർഡ് കാണാം, ഇത് അഗസ്ത്യ നാടി എന്നാണ് എഴുതി വെച്ചിട്ട്. ഇംഗ്ലീഷിലും ഇതിലും എഴുതി വെച്ചിട്ടുണ്ട്, തമിഴിലും. പിന്നെ വേറൊരു ബോർഡ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ട, ഇത് ശ്രീ ശിവനാടി എന്നാണ്. ഇങ്ങനത്തെ ഒരുപാട് ബോർഡുകൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കാണാൻ പറ്റും. ഇതേമാതിരത്തെ ബോർഡുകൾ നമ്മളെ കേരളത്തിലും കാണാൻ പറ്റും. അതിന് ആസ്ട്രോളജി അല്ലാച്ചെങ്കിൽ ജ്യോത്സ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബോർഡ് കാണുക. അതേമാതിരി തന്നെ തമിഴ്നാട്ടിൽ നാഡി ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അതിൻ്റെ ഈറ്റിലം, അതിൻ്റെ മെയിൻ ഒരു കേന്ദ്രമാണ് ഈ കാണുന്ന ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം. വൈദീശ്വര ക്ഷേത്രം എന്നാണ് പറയുക, വൈദീശ്വര കോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തിനെ പറയുക. ഇങ്ങനെയുള്ള ജ്യോത്സ്യന്മാരുടെ കയ്യിൽ അല്ലാച്ചെങ്കിൽ ഈ ഒരു ക്ഷേത്ര പരിസരത്തുള്ള ജ്യോത്സ്യന്മാരുടെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഭൂതം ഭാവിയൊക്കെ ഉള്ള രേഖകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ രേഖകൾ നോക്കിയിട്ടാണ് ഇവർ ഫ്യൂച്ചർ പറയണമെന്നാണ് പറയുന്നത്, ഭാവി പ്രവചനം. ഇതിനെ പറയുന്നതാണ് നാഡി ജ്യോത്സ്യം. ഇത് തഞ്ചാവൂരിലും അതേമാതിരി തമിഴ്നാടിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഇത് വളരെ ഫേമസ് ആണ്, ഈ ഒരു നാഡി ജ്യോത്സ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അസ്ട്രോളജി. അപ്പം ഇനി നമുക്ക് വൈദീശ്വര കോവിലിൻ്റെ ഉള്ളിൽ പോയി കാണാം. കണ്ട, ഇവിടെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് വലിയൊരു ഗോപുരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്, വലിയ ഗോപുരങ്ങൾ കാണാൻ പറ്റും. പിന്നെ കണ്ട, ഇവിടെ ഒരു ചെറിയ ഒരു ഗണപതി ക്ഷേത്രമാണ് കയറി ചെന്നാൽ തന്നെ കാണുന്നത്. വലിയൊരു ഹോളായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റും വലിയ കോറിഡോർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ട, വളരെ മനോഹരമായിട്ടുള്ള കോറിഡോർ, അതിൻ്റെ മുകളിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ വലിയൊരു കുളം ഉണ്ട് കേട്ടോ. ഈ കുളത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇത് ഈ വൈദീശ്വര കോവിലിൻ്റെ ഈ കുളത്തിൽ കുളിച്ചാൽ ഒരുവിധം സൂക്കേടുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറയപ്പെടുന്നു. കാരണം വെച്ചെങ്കിൽ ഈ വൈദീശ്വര കോവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗശാന്തിക്ക് വരുന്ന ഒരു ക്ഷേത്രമാണ്. രോഗശാന്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഒരുവിധം സൂക്കേടുകളൊക്കെ മാറും എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്ന അനുവദിക്കുന്നില്ല. പകരം ഇവിടെ നമുക്ക് കയ്യും കാലം കഴുകി വെള്ളം കുടഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൂടാതെ അതിന് ചുറ്റും കണ്ട വളരെ മനോഹരമായിട്ട് ഒരു കോറിഡോർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കോറിഡോറൊക്കെ കരിങ്കല്ലുകൊണ്ട് തൂണുകൾ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കോറിഡോറാണ് ഈ അമ്പലക്കുളത്തിന് ചുറ്റും ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ വൈദ്യനാഥൻ അല്ലെങ്കിൽ വൈദീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതായത് ശിവൻ വൈദ്യനായിട്ട് വന്നിട്ടുള്ള ഒരു ക്ഷേത്രം. അതുകൊണ്ടാണ് ഇതിനെ വൈദീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ വൈദ്യനാഥ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത്. പൊതുവേ നമ്മളെ നാട്ടിലെ ഒരുവിധം ക്ഷേത്രത്തിൻ്റെ അകത്തേക്കും വീഡിയോയും ക്യാമറയൊന്നും അലൗഡ് അല്ല. അതേമാതിരി തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്കും വീഡിയോയും ക്യാമറയൊന്നും അലൗഡ് അല്ല. പക്ഷേ അതിൻ്റെ ചുറ്റമ്പലമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഉള്ളമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോയും ക്യാമറയൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഒരുപാട് പില്ലർ അല്ലെങ്കിൽ ഒരുപാട് തൂണുകളുള്ള ഒരു ഭാഗം കാണാണ്ട. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അമ്പലത്തിൻ്റെ വിഗ്രഹങ്ങൾ ഇരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അവരത് ക്യാമറ പിടിച്ച് മേടിക്കും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് നവഗ്രഹങ്ങളുടെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ വൈദ്യം അല്ലെങ്കിൽ മെഡിക്കലിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രശസ്തമാക്കിയിട്ടുള്ള വൈദ്യനാഥ ക്ഷേത്രം അല്ലെങ്കിൽ വൈദീശ്വര കോവിൽ എന്നൊക്കെയുള്ള പേര് വരാനൊരു കാരണം. കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ട് സോഡിയാക് പില്ലർ എന്ന് പറയാം, അല്ലെങ്കിൽ രാശിചക്ര സ്തംഭം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ നാഡി ജ്യോത്സ്യം കാര്യങ്ങളൊക്കെ ഇത്രയും ഫേമസ് ആവാനുള്ള ഒരു കാരണം. ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ആൾക്കാരുടെ, അതായത് നമ്മുടെ പൂർവികരുടെയൊക്കെ ഒരു സ്കില്ല് കാണുക വെച്ചെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലുള്ള പില്ലറുമുള്ള കൊത്തുപണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ എത്തിപ്പെടാൻ തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ തഞ്ചാവൂരിൽ നിന്ന് ബൈ ബസ്സോ ബൈ ടാക്സിക്കോ 40 കിലോമീറ്ററോളം. അപ്പോൾ നമ്മൾ തഞ്ചാവൂർ വന്നാൽ തഞ്ചാവൂർ പെരിയ കോവിലും അതേമാതിരി ഈ വൈദീശ്വര കോവിലൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വൈദീശ്വര കോവിൽ അല്ലെങ്കിൽ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നായിട്ട് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിയോട് ഈ ക്ഷേത്രം അതേമാതിരി ഈ നാഡി ജ്യോത്സ്യത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഇപ്പോൾ ഇവിടെ നാഡി ജ്യോത്സ്യത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ഈ വൈദീശ്വര ക്ഷേത്രം. എന്താണ് ഇവിടുത്തെ നിൻ്റെ ഒരു കാഴ്ചപ്പാടും അറിവൊക്കെ പറയും? ഇവിടെ ഈ അമ്പലത്തിൽ ഒരു ഗുരു ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ഗുരുവിൽ നിന്ന് കിട്ടിയ ആ സിദ്ധിയാണ് ഈ പരിസരത്ത് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അവർ സ്വന്തമായിട്ട് ഓരോ ഷെഡും ഓരോ കാര്യങ്ങളും വെച്ചിട്ട് അവർ സ്വന്തമായി നടത്തുക. ഇതിൻ്റെ ഹൈ ലെവലിലുള്ളതിന് ലക്ഷങ്ങൾ വേണ്ടി വരും. എന്ന് വെച്ചാൽ ഓരോ നാടി പറയാൻ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ രേഖ വെച്ച് കൊടുത്തിട്ട് പറയണത് കൊണ്ട് നമ്മളെ ഈ ഇത് നാളൊന്നും പേരും നോക്കി പറയണതുകൊണ്ട് ഈ രേഖ വെച്ച് നോക്കണേനാണ് ഇപ്പോൾ ഈ പൈസ കൂടുതൽ. അപ്പം നമ്മളെ ചരിത്രം അവർ പറയുന്നതാണ് ഉറപ്പ് പറയണത്. നമ്മളൊന്നും പോയിട്ടില്ല, പക്ഷേ അറിവുകളാണ് ഇത്. ഇവിടെ പോയോ എന്നുള്ള അറിവുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സ്ഥലമാണെന്ന് പറയുന്നത്. ഇപ്പം വെച്ചാൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും ചരിത്രം അറിയുന്ന ഒരു ദൈവമാണ് ഇവിടെ. ഓക്കെ, താങ്ക് യു.